ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ന്യൂബി 123. ഇന്ന് വീണ്ടും മൈൻക്രാഫ്റ്റിലാണ് വന്നത്. ഞാൻ കറക്റ്റ് 1 മാസം മുന്നേ നമ്മൾ ഈ വീടുണ്ടാക്കി നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് നമ്മൾ അണ്ടർ വാട്ടർ അക്വേറിയമാണ്. ഇനിയിപ്പോൾ പറയും മീനുകൾ വെള്ളത്തിൽ തന്നെ ഉണ്ടാകും, പിന്നെ അണ്ടർ വാട്ടർ എന്താ വെറുതെ മീനുകൾ നമ്മൾ കൊതിപ്പിച്ച് ഇതാക്കുന്നത്, അത്രയേ ഉള്ളൂ. വയനടി ഗ്ലാസ് ഇട്ടിട്ട് അതിനോട് വെള്ളം നിറച്ചിട്ട് മീനിടലുണ്ട്. എല്ലാവരും പ്ലീസ് സബ് ആൻഡ് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് 15 സബ് ചെയ്യാണ്ടാണ് കാണുന്നത്. എല്ലാവരും സബ് ചെയ്യുക കേട്ടോ. ഇതാണ് ജെല്ലി ഫിഷ്. അതാ ഇങ്ക് പുറത്തിടുന്ന കഴിച്ച്, ഇങ്ക് മാശി പുറത്തിട്ട് ജെല്ലി ഫിഷ് അല്ല കഴിച്ച്, ഞാൻ മാറിപ്പോയി പേര് പറഞ്ഞത്. നീരാളിയാണ്. ഒക്ടോപസ് ആണ്. നമ്മൾ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചെറിയൊരു അണ്ടർ വാട്ടർ അക്വേറിയമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ വീട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ സിമ്പിൾ ഹൗസ്. ഏത് പൊട്ടന്മാർക്കും ഇതാക്കാൻ കഴിയും. ഈ വീട് സിമ്പിൾ ഹൗസാണ്. വെറും നമ്മൾ വാട്ടറും ലാവയും വെച്ചിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയത്. നമ്മളെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കെല്ലാം അറിയാം. നമ്മൾ ഈ വെള്ളത്തിൽ നിന്ന് ഉള്ളിൽ നോക്കിയാൽ കാണും ഗൈസ്. ഞാൻ വിചാരിച്ച് കാണൂല എന്നാണ് വിചാരിച്ചത്. അങ്ങനെ പിന്നെ കാണുന്നു, പിന്നെ സാരില്ലാന്ന് വെച്ചിട്ട് നമ്മൾ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. മഴ പെയ്യാൻ തുടങ്ങി ഗൈസ്. പണ്ടേ അങ്ങനെ മഴ പെയ്യും. പിന്നെ മഴ പെയ്യേണ്ട സമയത്ത് പെയ്യും ഗൈസ്. അടിയിൽ കുറച്ച് ഒരു കട്ടിയും കൂടി നീട്ടാനേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി. ഒരു ഗ്ലാസും കൂടി വെച്ച് നീട്ടാനേ ഉണ്ടായിട്ടുള്ളൂ. ഇതെന്താണ് കളിക്കുന്നത് ഗൈസ്. നമുക്ക് ലാസ്റ്റ് ഒന്നും കൂടി നീട്ടാം. അങ്ങനെ മേൽഭാഗം ഏകദേശം പൂർത്തിയായി. ഇനി താഴ്ഭാഗം പക്ഷെ തറ നമുക്ക് ചെയ്യാം. ഇത് പുറത്തേക്ക് ലൈറ്റ് വരുന്നു. മേൽഭാഗം ഏകദേശം മാറിപ്പോയി ഗൈസ്. നമുക്കിനി താഴെ നോക്കാം. താഴെ നമുക്കൊരു കട്ടിയും കൂടി ഇതാക്കാം. അതിൻ്റെ മുമ്പ് ഞാൻ ഈ മേൽക്കൂര ഉണ്ടാക്കട്ടെ. മേൽക്കൂരയില്ല, ഒരു വാർക്കരി. ഞാൻ ആദ്യം വിചാരിച്ച് നമുക്ക് ഈ ഇറങ്ങിയിട്ട് അക്കിയെടുത്തിൽ ഇറങ്ങിയിട്ട് പോകേണ്ട സെറ്റപ്പാക്കാന്ന് വിചാരിക്കുകയാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പം തോന്നുന്നു അത് വേണ്ടതാണ്. നമുക്ക് ആ ഗ്യാപ്പും കൂടി അടച്ചടക്കാം. ഇപ്പം വിചാരിക്കുന്നത് അത് വേണ്ട, അങ്ങനെ ആയ ബോറാവും. പിന്നെ അതിൻ്റെ അക്യൂറോ എന്ന് പറയണ സ്വിമ്മിങ് പൂൾ എന്ന് പറഞ്ഞാൽ പോലെ അങ്ങനെ വിചാരിച്ചിട്ട് ഇപ്പം അടക്കും കഴിച്ചത്. അക്യൂറം വെച്ചാൽ ഈ ഗ്ലാസ് ഇട്ട കൂട്ടിൽ മീനുണ്ടാകും. പക്ഷെ നമ്മൾ അണ്ടർ വാട്ടർ അക്വേറിയമാക്കി. ഇനി 3 ഇതും കൂടി വെച്ചാൽ 3 വരി ഗ്ലാസും കൂടി ഇനി വെക്കാം. അപ്പോൾ മേൽക്കൂര റെഡിയായി. നമുക്ക് കുറച്ച് സാൽമണിയോ പിന്നെ മീനാണ് കഴിച്ച് സാൽമൺ. വേറെ പിന്നെ കുഞ്ഞു മീൻ അതിനെ പിടിച്ചിടാം നമുക്ക്. അങ്ങനെ നമ്മൾ മേൽക്കൂരി ആയിട്ടുണ്ട് ഗൈസ്. നമ്മൾ കണ്ട ഗ്യാപ്പ് ഇവിടെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് ആക്കിയതാണ്. നമുക്ക് ലാസ്റ്റ് അടക്കാം ഗൈസ്. നമ്മങ്ങനെ ഒരു വരി കൂടി കൂട്ടിയെന്തായാലും സംഭവം എന്തെയോ, നമ്മൾ ഈ തറ ആക്കുമ്പോൾ മേലെ 2 ഉണ്ടാവും.
അപ്പോൾ ഒരാൾക്ക് നിൽക്കണമെങ്കിൽ 3-2 മാക്സിമം വേണ്ട. 2 തന്നെ ആകുമ്പോൾ കുറച്ച് ബോറും അല്ലേ. അങ്ങനല്ല, മീനൊക്കെ കാണുമ്പോൾ കുറച്ച് ഗ്യാപ്പ് വേണ്ടേ. മീനെല്ലാം ഓടിക്കളിക്കാൻ കുറേ സ്ഥലം വേണ്ടേ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആക്കിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ താഴെ ഭാഗം അതിന് നമ്മൾ തറ ഇതാക്കാൻ പോയാണ്. തറയും ആക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ 4 ഗ്ലാസ് വെച്ചിട്ട് ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. 4 ഗ്ലാസ് വെച്ചിട്ടിടാം. നമ്മളങ്ങനെ പകുതി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പകുതി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിനി 6 ഗ്ലാസും കൂടി ഇട്ടുണ്ട്. പകുതി ആയിട്ടില്ല, എന്നാലും നമ്മൾ പകുതി ഏകദേശം പകുതിയായില്ലേ. നമ്മൾ വീണ്ടും 4 ഗ്ലാസ് വെച്ചിട്ട് 4 വരിയായിട്ട് നമ്മൾ ആക്കുന്നുണ്ട്. പിന്നെ നമുക്ക് 2 വരി കഴിഞ്ഞിട്ടുള്ളൂ. 2 വരി ഗൈസ്. ഒന്നുകൂടി പറയുന്ന, ഈ വീഡിയോ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക പ്ലീസ്. ഈ വീഡിയോ കാണുന്നവർ 15 സബ് ചെയ്യുന്നില്ല ഗൈസ്. നിങ്ങളെല്ലാവരും സബ് ചെയ്യുക. നമ്മൾ ഗ്ലാസ് അങ്ങനെ തറയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ എടുക്കേണ്ടത്? വെള്ളം വറ്റിച്ചാലോ എന്ന് ആലോചിക്കുന്നു. അപ്പോൾ സ്പോഞ്ച് ഇട്ട് വെള്ളം വറ്റിക്കുക. അല്ലേ, ഞാൻ ഇപ്പം എന്തിനാ വെള്ളം വറ്റിക്കുന്നു? ഞാൻ വെറുതെ നോക്കട്ടെ വെള്ളം പറ്റും. ഞങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി വെച്ചാൽ, നമ്മൾ ഈ കടലിൽ നടുക്ക് ഗ്ലാസ് ഇട്ടിട്ട് ഇങ്ങനെ സ്പോഞ്ച് വെച്ചാൽ വെള്ളം പോകാൻ നമുക്ക് ഒരു ആകാംക്ഷ. നമുക്ക് ഈ വെള്ളത്തിൻ്റെ അടുത്ത് റൂമെല്ലാം ആക്കാമല്ലോ, ഹിഡൻ സ്പേസ് പോലെ. പക്ഷെ അങ്ങനെ ആക്കാൻ കഴിയില്ല തോന്നുന്നുണ്ട്. നമ്മൾ കൂടി ട്രൈ ചെയ്തിട്ട് മേലെ മഴ പെയ്യുന്നതായിട്ട് അവിടെ ഗ്ലാസ് അടിച്ചിട്ടുണ്ട് ഗൈസ്. ആവൂലെന്ന് തോന്നുന്നു ഗൈസ്. കണ്ട, സ്പോഞ്ച് ഇട്ടാലും ആവൂല. കുറച്ച് വെള്ളം അത് കുടിക്കും, പക്ഷെ അതന്നെ അളക്കുകയും ചെയ്യും. കണ്ട, ആവൂല ഗൈസ്. ഇതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലായി? ഒരിക്കലും ആവുകയില്ല. സ്പോഞ്ച് വെറുതെ നമ്മൾ ഇട്ട് കളിച്ച്. അങ്ങനെ നമ്മൾ സ്പോഞ്ച് മേലെ വെച്ചാലും കാര്യം ഉണ്ടാക്കാം. മേലെ വെച്ചിട്ട് ഒരു കാര്യമില്ല. പുഴത്തെ വെള്ളമെല്ലാം അടിക്കുക. അടിയിൽ വെച്ചിട്ടും കാര്യമില്ല. ഞാൻ വെറുതെ ട്രൈ ചെയ്യാൻ. ചിലപ്പോൾ ആയിനെങ്കിലോ. കണ്ട, വെള്ളം പോയതെല്ലാം തിരിച്ച് വരും. കണ്ട, എല്ലാ സൈഡും വെച്ച് നോക്കി ഗൈസ്. കണ്ട, പക്ഷെ സ്പോഞ്ച് വെള്ളം കുടിക്കുന്നുണ്ട്. സ്പോഞ്ച് നിങ്ങൾക്ക് നല്ലോണം വെള്ളം കുടിക്കും സ്പോഞ്ച്. റിയൽ ലൈഫിൽ എങ്ങനെയാണോ അതേപോലെ തന്നെ ഇതിലും കൊണ്ടിട്ടുണ്ട്, ഗെയിമിലും കൊണ്ടുവന്നിട്ടുണ്ട്. കറക്റ്റ് അതേയുള്ളൂ, റിയൽ ലൈഫിനെ പോലെ തന്നെ. അങ്ങനെ ഇത് കണ്ടോ, സ്പോഞ്ച് വെച്ചിട്ടൊന്നും കാര്യമില്ല. ഉദാഹരണം, സ്പോഞ്ച് വെച്ചിട്ട് കാര്യമില്ല. സ്പോഞ്ച് വെച്ചാൽ കുറച്ച് വെള്ളം പോകും, പിന്നെ അത് വരും. ഞാൻ സ്പോഞ്ച് പൊട്ടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മറ്റേ ഗ്ലാസും കൂടി പൊട്ടിപ്പോയി. ഇവിടെ ഈ ഹോൾസുള്ളതാണ് വെള്ളം താഴോട്ടേക്ക് ഒലിച്ച് വരുന്നത്. പക്ഷെ അതുകൊണ്ടൊന്നല്ല, ഇത് ഇരിക്കലാവില്ല. ഞാൻ വിചാരിച്ച് ഇത് റൂം പോലെ ആ കക്കൂറ നമുക്ക് വേറെ വീഡിയോ ചെയ്യാമെന്ന്, പക്ഷേ നടന്നില്ല. നമ്മൾ എന്നിട്ട് അടിയിലും മേലേലും എന്ന് വെച്ചാൽ അടിയിലും അക്യൂറുണ്ട്, മേലേലും അക്യൂറുണ്ട്. 2 അക്യൂറ് നമ്മൾ ഉദ്ദേശിച്ചത്. ഞാൻ ഇട്ട പ്ലാനാണ് ഈ വെറുതെ ഇങ്ങനെ. ഞാൻ വിചാരിച്ച് ഇങ്ങനെ വെറുതെ ഇടാം. വിചാരിച്ച് നമുക്ക് കുറച്ച് വെറൈറ്റി ഉണ്ട്, അതുകൊണ്ട് നമ്മളിങ്ങനെ വെറുതെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് വെറുതെ വെള്ളം വറ്റിക്കാൻ നോക്കിയതാണ്, പക്ഷെ കഴിഞ്ഞില്ല.
ഗൈസ് വറ്റിക്കാൻ കഴിയും, ഇങ്ങനെയൊക്കെ വറ്റിക്കാൻ കഴിയും ഗൈസ്. പക്ഷെ അടിയിലത്തെ വറ്റിക്കാൻ കഴിയില്ല. അടിയിലത്തെ വെള്ളം വറ്റിക്കാൻ കഴിയില്ല. കടലിനടിയിലത്തെ വെള്ളം നമ്മൾക്ക് വറ്റിക്കാൻ കഴിയൂല. അങ്ങനെ നമ്മൾ മീനുകളിൽ നമ്മൾ ഇടാൻ പോവുകയാണ്. സ്പോഞ്ച് ഇട്ടിട്ടൊന്നും കാര്യമില്ല, അതൊരിക്കലും നടക്കൂല. നമുക്കിനി മീനിട്ട് തുടങ്ങിയാലോ ഗൈസ്. മീൻ നമ്മൾ ഗ്ലാസ്സിലിട്ടൊന്ന് ശരിയാക്കിട്ട് നമ്മൾ മേലത്തെ വെള്ളം പറ്റിച്ചിട്ടുണ്ട്. നമുക്ക് മീനിട്ട് തുടങ്ങിയാലോ എന്ന് ആലോചിച്ച് മീനിട്ട് തുടങ്ങാം. ഗൈസ് നമ്മൾ മീനിടാൻ ഗ്ലാസ് പൊട്ടിക്കുകയാണ്. മീനിടുന്ന ഗ്യാപ്പ് വേണ്ടേ, അങ്ങനെ നമ്മൾ മീനിടാൻ തുടങ്ങിയിട്ടുണ്ട്. ഉദ്ഘാടനം ആദ്യം നമ്മൾ ബക്കറ്റ് ഓഫ് ട്രോപ്പി ഫിഷ്. അപ്പോൾ ട്രോപ്പി ഫിഷ് ആദ്യം ഇടുന്നത്. എന്തെല്ലോ കളറുണ്ട് ഈ ട്രോപ്പി ഫിഷ്. പിന്നെ കുറച്ച് സാൽമൺ, ഒരു നീണ്ട പോലത്തെ മീനാണ് ഗൈസ് സാൽമൺ. പിന്നെ നമ്മൾ കുറച്ച് ട്രോപ്പി ഫിഷിന് ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ കോഡ് എന്ന് പറഞ്ഞൊരു ഫിഷ് ഇടുന്നുണ്ട്. കോഡ് നമ്മൾ വേറെ ഏതെങ്കിലും മീനുണ്ടാക്കില്ല, വേറെ മീനൊന്നുമില്ല തോന്നുന്നു. പിന്നെ രാത്രി നമുക്ക് പുഴേൻ്റെ അടിയിൽ കടലിൻ്റെ അടിയിലെല്ലാം പോയി നമുക്ക് കാണണ്ടേ മീനുകളാണ്. അവിടെ നമ്മൾ ലൈറ്റ് വെക്കുകയാണ്. ലൈറ്റ് എന്ത് ഇതിൻ്റെ പേര് അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ വെളിച്ചില്ലാത്തടത്ത് വെളിച്ചം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. കത്തുന്ന കല്ലി, ലൈറ്റ് കത്തുന്ന കല്ലി. എനിക്ക് ശരിക്കുള്ള പേരൊന്നും അറിയില്ല ഗൈസ്. ശരിക്കുള്ള പേരറിയുന്നവർ കമൻറ്റ് ചെയ്യുക. ഞാനിട്ട് വിചാരിക്കുന്നത് എൻ്റെ പ്ലാന് നമുക്ക് ഈടിപ്പോൾ ഒരു അക്യൂറാക്കില്ല അമ്മ. അതേപോലെ ഇതിൻ്റെ ഒരു കട്ട കല്ല് കണ്ട അതിൻ്റെ മേലെ ഒരു അക്യൂറാക്കിയാലോ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ബോറാവോ ഇല്ലയോ എന്ന് സംശയം. ഒന്ന് വെറുതെ ചെയ്ത് നോക്കിയാലോ എന്നൊരു ആലോചന. ഞാൻ വിചാരിക്കുന്ന ഇവിടെ നമ്മൾ ഇതിനെപ്പറ്റി വെള്ളവും കിട്ടും ഗൈസ്. ഞാൻ ഇന്ന് അറിഞ്ഞിട്ടാ. നമുക്കിനി മീനിടാം. കോഡ് എന്ന മീനാകുമ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. കോഡ് എന്ന മീൻ അതാകുമ്പോൾ അങ്ങനെയും തോന്നി. കോഡ് എന്ന മീനാണ് ഗൈസ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അവിടെല്ലാം വെള്ളം കുറവ്, നമുക്ക് അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇവിടെ വെള്ളം കുറവ് എല്ലായിടത്തും. ഇപ്പോൾ ശരിയായില്ലോ. നമുക്ക് ഫെൻസും കൂടി കെട്ടിയൊരു സ്റ്റെപ്പും വെച്ച് നമുക്ക് അങ്ങനെ വീടുകളുടെ അവസാനിപ്പിക്കാം. അതിന് മുമ്പ് നമുക്ക് ബാക്കി മീനെല്ലാം വേണ്ട. ഞാൻ എല്ലാ മീനും ഇട്ട് കഴിഞ്ഞ ഗൈസ്. അങ്ങനെ പറഞ്ഞത്. നമ്മൾ അങ്ങനെ സാൽമണ്ണും കൂടി കുറച്ചിട്ടിട്ട് പിന്നെ കുറച്ച് ട്രോപ്പി എന്ന മീൻ നമുക്ക് കുറച്ചിടാം. സോറി, ട്രോപ്പിക്കൽ എന്നാണ് ഗൈസ്. ഞാൻ ട്രോപ്പി എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ മീനെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാം തിരിച്ച് വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഫെൻസ് എടുത്തിട്ട് ഏതെങ്കിലും ഫെൻസ് എടുക്കുക. അതിൻ്റെ നമുക്ക് ചുറ്റും വെക്കാം. മീനെല്ലാം തുള്ളിപ്പോയില്ല, തൊട്ടിപ്പുറത്ത് കടലല്ലേ, തുള്ളിപ്പോകുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ വയ്ക്കുന്നുണ്ട്. നമുക്ക് ഈ ഫെൻസും വെച്ച് ഒരു സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടി വെച്ച് നമുക്ക് ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇന്നത്തെ വീഡിയോ അങ്ങനെ അവസാനിപ്പിക്കാം. നമ്മൾ ഫെൻസ് പൂർത്തിയാകാനായിട്ടുണ്ട്. അങ്ങനെ ഫെൻസിൻ്റെ പണിയെല്ലാം കഴിഞ്ഞാണ് നമുക്കിനി സ്റ്റെപ്പ് വെക്കാം. സ്റ്റെപ്പ് നമ്മൾ ഏത് വെക്കാം? നമുക്ക് സ്റ്റോണിൻ്റെ വെക്കാം. ഒരു മാച്ച് ആവില്ല. ഇവിടെ സ്റ്റെപ്പ് വെക്കണ്ടേ, വീടെല്ലാം തോന്നുന്നു. സോറി, വെച്ച പൊസിഷൻ തെറ്റിപ്പോയി. പൊട്ടിക്കെട്ട് നമ്മളിപ്പം പൊസിഷൻ എല്ലാം ശരിയായിട്ടുണ്ട്.
നമ്മളിപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് കയറും കീഴലാണ്. അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതിന് നമുക്ക് അത് ട്രൈ ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. ബായ്. അതിന് നമുക്ക് വെറുതെ ഇതാക്കാം. ബായ്.